വീഡിയോ നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടിയും വളരെ ക്ഷമയോടുകൂടിയും കേൾക്കുക. അപ്പൊ നിങ്ങൾക്ക് അറിയും ഇത് എത്ര വിലപ്പെട്ടതും എത്ര ആവശ്യമുള്ളതാണെന്ന്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ സൂക്ഷിക്കാൻ വേണ്ടി പറഞ്ഞ 7 സാധനങ്ങളെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത്. ആ 7 സാധനങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഇല്ല എന്നുണ്ടെങ്കിൽ പറ്റുന്നവർ ഇന്ന് തന്നെ ആ സാധനങ്ങൾ വാങ്ങി വെക്കുക. ഇനി അതിലേതെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ ആ സാധനങ്ങൾ നിങ്ങൾ ഇന്ന് വാങ്ങി വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ വീഡിയോ ഓരോ മുസ്ലിം സഹോദരന്മാർക്കുള്ളതാണ്. അവരുടെ വീട്ടിൽ അള്ളാഹുവിന്റെ സഹായം വേണം, ബർക്കത്ത് ഉണ്ടാവണം, ഹൈറും നന്മയും ഉണ്ടാവണം, എല്ലാവിധ ഷർറുകളിൽ നിന്നും മുക്തി നേടണം, എല്ലാവിധ അസുഖങ്ങളിൽ നിന്നും മുക്തി നേടണം എന്നുള്ളവർക്കുള്ള ഒരു വീഡിയോ ആണിത്. നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കണം ഇത്. എന്നാൽ മാത്രമേ അതിന്റെ വില എത്രത്തോളം ആണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. നമ്മൾ പലപ്പോഴും ചെയ്യുന്ന പല തെറ്റായ കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് പലവിധ മുസീബത്തുകളും വരുന്നത്. അപ്പൊ ഞാൻ ഈ പറയുന്ന മുത്തനബി പറഞ്ഞ 7 സാധനങ്ങൾ വാങ്ങി വെച്ചാൽ നമുക്ക് പലവിധ മുസീബത്തുകളിൽ നിന്നും രക്ഷ നേടും ഇൻഷാ അല്ലാഹ്. അപ്പൊ നമുക്ക് ആദ്യത്തേത് എന്താണെന്ന് നോക്കാം. ഒന്നാമത്തേത് സംസം വെള്ളമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, സംസം വെള്ളത്തിനെ കുറിച്ച് പറയാനുള്ള മഹത്വം എത്രത്തോളമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്കിനിപ്പോ എന്തെങ്കിലും പ്രയാസങ്ങൾ വന്ന് ഇനിയിപ്പോ ശാരീരികമായിക്കോട്ടെ മാനസികമായിക്കോട്ടെ നമ്മൾ എന്ത് ചെയ്യുക, കിബിലക്ക് നേരെ തിരിഞ്ഞ് മുഖം കിബിലക്ക് നേരെ വരുന്ന വിധത്തിൽ ഇരുന്നു കൊണ്ട് ഒരു ഗ്ലാസ് സംസം വെള്ളം എടുത്തു കുടിക്കുക. അപ്പൊ തന്നെ കുറച്ച് സമയത്തിനകം നമുക്ക് ശാരീരികമായോ മാനസികമായോ എന്ത് പ്രയാസമാണെങ്കിലും നമുക്കത് നീങ്ങിക്കിട്ടും. അത് മാത്രമല്ല കുറച്ച് സമയത്തിനകം തന്നെ നമ്മുടെ ശരീരത്തിനും മനസ്സിനും അതിന്റെ റിസൾട്ട് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ എന്ത് ഉദ്ദേശം വെച്ചാണോ സംസം വെള്ളം കുടിക്കുന്നത്, അപ്പൊ അതിനെന്തായാലും അതിന് ഉത്തരം കിട്ടും, പ്രതിഫലം കിട്ടും. ഇനി രണ്ടാമത്തെ എന്താണെന്ന് നമുക്ക് നോക്കാം. പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തത് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനാണ്. അത്രയും മഹത്വമാക്കപ്പെട്ട ആ ഗ്രന്ഥത്തിൽ അല്ലാഹു തആല ഖിയാമത്ത് നാൾ വരെയുള്ള സകലവിധ മുസീബത്തുകൾക്കുമുള്ള ചികിത്സ അല്ലാഹു തആല അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല പരിശുദ്ധ ഖുർആൻ അത്രയും മഹത്തമാക്കപ്പെട്ട ഒരു കിതാബാണ്. അതിൽ എല്ലാവിധ രോഗത്തിനുള്ള ചികിത്സയും അല്ലാഹു തആല പറയുന്നുണ്ട്. ഏതൊരു വീട്ടിലാണോ ഖുർആൻ ആരെങ്കിലും പാരായണം ചെയ്യുന്നത് ആ വീട്ടിൽ അല്ലാഹു തആല എല്ലാവിധ ശർറുകളെ തൊട്ടും കാത്തു രക്ഷിക്കുമെന്നതാണ്. അപ്പോൾ എല്ലാവരും ഖുർആൻ ഓതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ദിവസവും. പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തെ കാര്യം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് വീട്ടിൽ കരിംജീരകം സൂക്ഷിക്കാനാണ്. കരിംജീരകത്തിൽ മാറാത്ത അസുഖമില്ല. എല്ലാവിധ രോഗത്തിനുമുള്ള ചികിത്സ കരിംജീരകത്തിൽ അടങ്ങിയിട്ടുണ്ട്. മരണമല്ലാത്ത എല്ലാവിധ അസുഖത്തിനും കരിംജീരകം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, നാലാമത്തെ കാര്യം കാരക്കയാണ്. കാരക്ക ഒരു വീട്ടിലുണ്ടെങ്കിൽ അവിടെ ഖിയാമത്ത് നാൾ വരെ ദാരിദ്ര്യം വരൂല എന്നാണ്. ദിവസവും പറ്റുന്നവര് കഴിവില്ലാത്തവർ എന്ത് ചെയ്യും, കഴിവുള്ളവർ രാവിലെ കാരക്ക രാവിലെയും വൈകിട്ടായും കഴിക്കാം. ദിവസവും ഒരു 7 കാരക്ക കഴിച്ചാൽ അവർക്ക് മരണം വരെ ഒരു അസുഖവും വരൂല എന്നാണ് പറയപ്പെടുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇനി അഞ്ചാമത്തെ കാര്യം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് സൈത്തൂന്റെ എണ്ണയെ കുറിച്ചാണ്. സൈത്തൂനെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അല്ലാഹു തആല അതിനെ കുറിച്ച് ഒരു സൂറത്ത് തന്നെ ഇറക്കിയിട്ടുണ്ട്. സൂറത്ത് ആയത്ത് തന്നെ ഇറക്കിയിട്ടുണ്ട്. വത്തീനി വസ്സൈത്തൂൻ എന്നാണ് ആയത്ത്. അതിനെക്കുറിച്ച് പറയാൻ വാക്കുകളില്ല. അത് നമ്മളിനി കഴിക്കാനാണ് ഉപയോഗിക്കുന്നത്, ഭക്ഷണ സാധനത്തിനാണ് ഉപയോഗിക്കുന്നതെങ്കിലും ഇനി ശരീരത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെങ്കിലും എന്തൊക്കെ ശാരീരികമായിട്ട് നമുക്ക് മരുന്നില്ലാത്ത എന്ത് അസുഖമാണെങ്കിലും അതിനൊക്കെ ശിഫയാക്കാൻ കഴിവുള്ള അത്രയും മഹത്വമാക്കപ്പെട്ട ഒരു എണ്ണയാണ് സൈത്തൂൻ എന്ന് പറയുന്നത്. ഇനി ആറാമത്തെ സാധനം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിൽ സൂക്ഷിക്കാൻ വേണ്ടി പറഞ്ഞത് തേനാണ്. തേനിനെ കുറിച്ച് അല്ലാഹു തആല ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്. 17 പരം അസുഖത്തിനുള്ള മരുന്ന് തേനിലുണ്ട് എന്നാണ് പടച്ചതമ്പുരാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോ തേൻ എല്ലാവരും വീട്ടിൽ ഉണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. പടച്ചതമ്പുരാൻ സ്വീകരിക്കുമാറാകട്ടെ, ആമീൻ. ഇനി ഏഴാമത്തെ എന്താണെന്ന് നോക്കാം. ഏഴാമത്തെ സാധനം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിൽ സൂക്ഷിക്കാൻ പറഞ്ഞത് സുർക്കയാണ്. അപ്പൊ സുർക്ക നമ്മൾ വീട്ടിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഭയങ്കര ബർക്കത്താണെന്നാണ് പറയുന്നത്. പലതരത്തിലുള്ള സുർക്കയും നമ്മളിപ്പോൾ അവൈലബിൾ ആണ് അല്ലെ. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിൽ സൂക്ഷിക്കാൻ വേണ്ടി പറഞ്ഞത് മുന്തിരി സുർക്കയാണ്. മുന്തിരി സുർക്ക ഭയങ്കര എഫക്റ്റീവ് ആയത് നല്ല ബർക്കത്തുമുള്ള ഒരു സുർക്കയാണെന്നാണ് പറയപ്പെടുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ 7 സാധനങ്ങൾ വളരെ അത്യാവശ്യമുള്ള സാധനങ്ങളാണ്. നമ്മുടെ അമലുകൾ നന്നാവാനും നമ്മളുടെ മേൽ വരുന്ന മുസീബത്തുകളെ തടയാനും ഈ 7 സാധനങ്ങൾ കൊണ്ട് സാധിക്കും. നമ്മൾ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെ പിന്തുടരാനും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗത്തിലൂടെ സഞ്ചരിക്കുവാനും നമ്മൾക്ക് എല്ലാവർക്കും സാധിക്കണം. അതിന് അല്ലാഹു തആല നമുക്ക് തൗഫീഖിനെ നൽകുമാറാകട്ടെ, ആമീൻ.
നമ്മൾ നമ്മളുടെ തെറ്റായ മാർഗത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരുന്നാൽ നമുക്ക് മുസീബത്തുകൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ എപ്പോഴും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ നമ്മൾ പിന്തുടരുക. ഈ 7 സാധനങ്ങൾ നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും ദീനിലും നമുക്ക് വിജയമുണ്ടാകും. അപ്പോൾ കുറേ പേര് എന്നോട് കമന്റ് ചെയ്യുന്നുണ്ട്, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഈ വീഡിയോ കാണുന്നവർക്കും എനിക്ക് കമന്റ് ചെയ്യുന്നവർക്കും എല്ലാവർക്കും അല്ലാഹു തആല അവരുടെ ഉദ്ദേശങ്ങൾ എന്താണെങ്കിലും അല്ലാഹു തആല ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. ആമീൻ. നമ്മൾ അല്ലാഹു തആല റമദാനിലേക്ക് എത്തിച്ചു തരുമാറാകട്ടെ. ആമീൻ. എല്ലാവരും ആമീൻ എന്ന് കമന്റ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.